അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മനുഷ്യൻ പൂർവകൽപിതമായ വിധിയുടെ വെറും ബലിയാടാണോ? അവന് സ്വയം തിരഞ്ഞെടുക്കാനും നിർണയിക്കാനുമുള്ള സ്വാതന്ത്ര്യമില്ലേ? എന്താണ് ദൈവവിധിയുടെ രഹസ്യം? ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് നാലാമൻ്റെ ദി എലമെൻ്ററി സ്റ്റഡി ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് പറയാം. വിധിയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ യുഗങ്ങളായി തത്വജ്ഞാനികളും ദിവ്യജ്ഞാനികളും ഒരുപോലെ ചർച്ച ചെയ്തു വരുന്ന അതിസങ്കീർണമായ ഒരു വിഷയമാണ്. ഏറെക്കുറെ എല്ലാ മതങ്ങളിലും വിധിയെപ്പറ്റി ചിലതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. വിധിയിൽ വിശ്വസിക്കുന്നവരെ വലിയ രണ്ട് വിഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാം. വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളും ദൈവം മുൻകൂട്ടി വിധിച്ചു വച്ചിരിക്കുന്നു എന്ന് പൊതുവെ കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ് ഒരു വിഭാഗം. സാധാരണക്കാരിൽ നിന്നും അകന്ന് ജീവിക്കുന്ന നിഗൂഢവാദികളായ സൂഫികളിൽ ഈ വീക്ഷണം വ്യാപകമാണ്. ഒരു കാര്യത്തെയും നിയന്ത്രിക്കാനുള്ള യാതൊരു കഴിവും മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല എന്നാണ് അവരുടെ വാദം. എല്ലാം തന്നെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. ദൈവത്തിന് മാത്രം അറിയാവുന്ന പൂർവനിശ്ചിതമായ ഒരു ബൃഹത് പദ്ധതിയുടെ ചുരുൾ നിവരലാണ് എല്ലാ സംഭവങ്ങളും എന്ന് അവർ വിശ്വസിക്കുന്നു. കുറ്റം, ശിക്ഷ, പിഴ, പ്രതിഫലം എന്നീ വിഷയങ്ങളിലേക്ക് അനിവാര്യമായും നയിക്കപ്പെടുന്ന പ്രശ്നസങ്കീർണമായ ഒരു ദൈവികാസൂത്രണ സങ്കല്പമാണിത്. ഒരാൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ അയാളുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലമോ ശിക്ഷയോ നൽകാൻ പാടുള്ളതല്ല. മറ്റൊരു വീക്ഷണം മനുഷ്യന് സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നൽകപ്പെട്ടിരിക്കുന്നു എന്നതാണ്. മനുഷ്യൻ തിരഞ്ഞെടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രായോഗികമായി വിധിക്ക് യാതൊരു പങ്കുമില്ല. വിധിയെ പറ്റിയുള്ള ഈ ചർച്ചകൾക്കിടയിൽ കടന്നുവരികയും കൂടുതൽ സങ്കീർണത വരുത്തിവെക്കുകയും ചെയ്യുന്ന മറ്റൊരു പ്രധാന താത്വിക വിഷയമുണ്ട്. അത് മുൻകൂട്ടിയുള്ള അറിവിനെ സംബന്ധിച്ച പ്രശ്നമാണ്. ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് മുൻകൂട്ടി അറിയാമെന്നിരിക്കെ ദൈവം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വികലമായ രീതിയിലാണ് ഇരുവിഭാഗവും ചർച്ചാവേളയിൽ കൈകാര്യം ചെയ്യുന്നത്. വിധിയെ സംബന്ധിച്ച് വിശ്വാസികളും അവിശ്വാസികളും ഉന്നയിക്കുന്ന വാദപ്രതിവാദങ്ങളെപ്പറ്റി സുദീർഘമായ വിലയിരുത്തലിന് മുതിരുന്നില്ല. ദൈവവിധിയെ സംബന്ധിച്ചുള്ള ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ദൈവവിധി പല വിധത്തിലുണ്ട്. ഓരോന്നും അതാതിൻ്റെ തലത്തിൽ ഒരേ സമയം ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. പ്രകൃതി നിയമം എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നു. യാതൊന്നും തന്നെ അതിൻ്റെ സ്വാധീനത്തിൽ നിന്നും അതീതമല്ല. സർവവലയിതമായ ഒരു പ്രകൃതി നിയമമാണ് വിധിയെ സംബന്ധിച്ച വിശാലമായ സങ്കല്പമായി അറിയപ്പെടുന്നത്. പ്രകൃതി നിയമത്തെപ്പറ്റി അഗാധമായ അറിവ് ഒരാൾ ആർജിക്കുകയാണെങ്കിൽ താരതമ്യേന അതിനെപ്പറ്റി അത്ര ഗ്രാഹ്യതയില്ലാത്ത മറ്റൊരാളേക്കാൾ കൂടുതൽ ഫലങ്ങൾ കൊയ്യാനാവും. അത്തരം ആളുകൾക്ക് നേട്ടമുണ്ടാക്കാനും നല്ല ജീവിതം കെട്ടിപ്പടുക്കാനും സാധിക്കുന്നു. ഇവരാരും തന്നെ പ്രകൃതി നിയമത്തിലെ ശരിയുടെയും തെറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ പെടുത്തിക്കൊണ്ട് സൽഫലങ്ങൾ അനുഭവിക്കാൻ മുൻകൂട്ടി വിധിക്കപ്പെട്ടവരല്ല. യൂറോപ്യൻ നവോത്ഥാനത്തിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിൽ പൗരസ്ത്യദേശത്തെ മുസ്ലിം ലോകം പ്രകൃതി നിയമം മനസ്സിലാക്കുന്നതിൽ ബഹുദൂരം മുന്നിലായിരുന്നു. ഈ അറിവ് കാരണം മുസ്ലിങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കുകയുണ്ടായി. മുൻവിധിയില്ലാതെയും
തുറന്ന മനസ്സോടെയുമുള്ള ഈ പ്രകൃതി പഠനം പിന്നീട് പാശ്ചാത്യ ദേശത്തേക്ക് മാറി. അത് യൂറോപ്പിൽ പുതിയ ജ്ഞാനോദയത്തിൻ്റെ തുടക്കം കുറിച്ചു. അതേസമയം പൗരസ്ത്യ രാജ്യങ്ങൾ ഭാവനാവിലാസത്തിൻ്റെയും ദിവാസ്വപ്നത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും ദീർഘമേറിയ യാമത്തിൽ നിതാന്ത മയക്കത്തിലായിരുന്നു. തീർച്ചയായും ഇത് വിധിയായിരിക്കാം, എന്നാൽ അത് പൊതുവായി മനസ്സിലാക്കപ്പെടുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ അർത്ഥത്തിൽ അതിസങ്കീർണമായ നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ അന്തരീക്ഷ സന്തുലനത്തിലുണ്ടാവുന്ന ചാക്രികവും കാലികവുമായ ചില മാറ്റങ്ങളെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കാം. വളരെ വിദൂരതയിലുള്ള സൂര്യനിലെ കറുത്ത പൊട്ടുകളുടെ സ്വാധീനം പോലും ഈ പ്രതിഭാസത്തിന് പിന്നിലുണ്ട്. അപ്രകാരം ഗ്രഹങ്ങളിൽ പതിക്കുന്ന ഉൽക്കാപതനങ്ങൾ ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ പ്രതിഫലിക്കാറുണ്ട്. ചാക്രികമായ കാലാവസ്ഥാ മാറ്റത്തോടൊപ്പം ഇത്തരം പ്രതിഭാസങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു വിധിയാണ്. ഇവിടെ വിധിയുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി വിധിക്കപ്പെട്ട ഒരേയൊരു നിയമം എന്താണെന്ന് വെച്ചാൽ, ആരാണോ പ്രകൃതി നിയമം മുൻവിധിയില്ലാതെ പഠിക്കുന്നത് അയാൾ നേട്ടത്തിൻ്റെ പാതയിലേക്ക് നയിക്കപ്പെടുന്നു. ഈ നിയമം പൊതുവായുള്ളതും എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നതുമായ ഗണത്തിൽപ്പെട്ടതാണ്. എന്നാൽ മതവുമായി ബന്ധപ്പെട്ട വിധിയുടെ നിയമത്തിന് ഇത് ബാധകമല്ല. മതകാര്യത്തിൽ പ്രാവർത്തികമാകുന്ന വിധിയെപ്പറ്റിയുള്ള ചർച്ചയിലേക്ക് പോകുന്നതിനു മുമ്പായി പ്രകൃതി നിയമത്തിൻ്റെ സാർവത്രികമായ വിധി ചില മേഖലയിൽ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് നാം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. സാർവത്രികമായ പ്രകൃതി നിയമത്തിൻ്റെ പ്രവർത്തനത്തിൽ മുൻകൂട്ടി വിധിക്കപ്പെട്ട വിധിയുടെ ചില പ്രത്യേകതകൾ അത് സസ്യജാലങ്ങളുടെയും ജീവിവർഗങ്ങളുടെയും വളർച്ചയെ സൂക്ഷ്മമായി സ്വാധീനിക്കുന്നു. നിരവധി മറ്റു ഘടകങ്ങളുമുണ്ടാകാം, പലതും ഇപ്പോഴും അജ്ഞാതമാണ്. ഭൂമിയിൽ വരൾച്ചയും കാലാവസ്ഥയും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിൽ മറ്റു നിരവധി ഘടകങ്ങളുടെ സ്വാധീനമുണ്ടായിരിക്കാം. ഹിമയുഗവും ആഗോളതാപനവും മാറി മാറി വരുന്നതിലും മറ്റു പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഇടപെടൽ ഉണ്ടായേക്കാം. എന്തുതന്നെയായാലും ഇത്തരം സ്വാധീനങ്ങൾ ഭൂമിയിലെ ഒരു വ്യക്തിയിൽ പ്രതിഫലിക്കുന്നില്ല. എന്നാൽ അന്തിമ വിശകലനത്തിൽ ഹോമോസാപ്പിയൻ കുടുംബത്തിലെ വ്യക്തികൾ എന്ന നിലയിൽ ഒരളവോളം ഇത് ഓരോരുത്തരെയും ബാധിക്കുന്നു. ഓരോ മനുഷ്യൻ്റെയും ജീവിതം മുൻകൂട്ടി ആസൂത്രണം ചെയ്യപ്പെട്ടതാണെന്നതിനോ നന്മതിന്മകളും ശരിതെറ്റുകളും തിരഞ്ഞെടുക്കുന്നതിൽ അവന് സ്വാതന്ത്ര്യമില്ലെന്നതിനോ തെളിവുമില്ല. വിശുദ്ധ ഖുർആൻ നിർബന്ധത്തിൻ്റെ സങ്കല്പം പാടെ നിരാകരിക്കുകയും എല്ലാ മനുഷ്യർക്കും നന്മതിന്മകൾ തിരഞ്ഞെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആന്റെ ചില ആയത്തുകൾ പരിശോധിക്കുക. മതകാര്യങ്ങളിൽ യാതൊരു നിർബന്ധവുമില്ല. 2-ാം സൂറത്ത് 257-ാം ആയത്ത്. അല്ലാഹു അവൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നില്ല. 2-ാം സൂറത്ത് 287-ാം ആയത്ത്. താൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മനുഷ്യന് ലഭിക്കുന്നതല്ല. 53-ാം സൂറത്ത് 40-ാമത്തെ ആയത്ത്. എന്തായാലും മതവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതും മാറ്റാൻ പറ്റാത്തതുമായ വിധിയുടെ ചില മേഖലകളുണ്ട്. ആ മേഖലകളെ ദൈവത്തിൻ്റെ സുന്നത്ത് എന്നാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു സുന്നത്താണ് ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ വിജയത്തെ സംബന്ധിച്ച വിധി. അതായത് പ്രവാചകന്മാർ അവർ ജനങ്ങളാൽ സ്വീകരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും അവർ എപ്പോഴും വിജയിക്കപ്പെടും എന്ന വിധി. ആ വിധി തീരുമാനിക്കപ്പെട്ടതാണ്. അവർ ജനങ്ങളാൽ സ്വീകരിക്കപ്പെടുമ്പോൾ അവരുടെ ശത്രുക്കളുടെ ആസൂത്രണങ്ങളെല്ലാം നിഷ്ഫലമാകുന്നു. പ്രവാചകന്മാരുടെ ശത്രുക്കൾ എത്ര ശക്തരായിരുന്നാലും ശരി, അവരുടെ സന്ദേശവും ദൗത്യവും എപ്പോഴും അതിജീവിക്കുക തന്നെ ചെയ്യും.
മനുഷ്യചരിത്രത്തിലെ ഏതാനും ഉദാഹരണങ്ങളിതാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഫിർഔനും തമ്മിലുള്ള സംഘർഷം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളും തമ്മിലുള്ള സ്പർദ്ധ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ എതിരാളികളും തമ്മിലുള്ള ശത്രുത. പ്രവാചകരും അവരുടെ ശത്രുക്കളും തമ്മിലുള്ള ഈ സമരങ്ങളിൽ മതങ്ങൾക്കാണ് എപ്പോഴും വിജയമുണ്ടായിട്ടുള്ളത് എന്നത് ഭൂതകാലത്തിൻ്റെ പൈതൃക ശേഷിപ്പായി നിലനിൽക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിശ്വാസവും സന്ദേശവും ഉയർത്തിപ്പിടിച്ചവർ ലോകത്ത് പ്രബലരായി നിൽക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവരും, അതുപോലെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ സന്ദേശം കൈക്കൊണ്ടവരും, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും മുഴുലോകത്ത് മുന്നിട്ട് നിൽക്കുന്നു. എന്നാൽ പ്രവാചകന്മാരുടെ ശത്രുക്കൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയും അവർ ഉന്നയിച്ച വാദങ്ങളെയും പിന്തുടരുന്ന ആരെയും തന്നെ ഇന്ന് കാണുന്നില്ല. പൊതുവെയുള്ള നിയമം ശക്തവാൻ ദുർബലനെ ഉന്മൂലനം ചെയ്യും എന്നാണല്ലോ. എന്നാൽ മതങ്ങളുടെ കാര്യത്തിലുള്ള വിധി നേരെ മറിച്ചാണ്. അത് അലംഘനീയ തത്വവുമാണ്. പ്രകൃതി നിയമങ്ങൾ അനായാസം മുന്നോട്ട് പോകുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ പൊതുനിയമത്തിൽ ആർക്കും തന്നെ അതിൽ അസാധാരണത്വം കാണാൻ സാധ്യമല്ല. എന്നാൽ ഖുർആനിക വചനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്ന പ്രകൃതി നിയമങ്ങൾ പലതരത്തിലുള്ളവയും ചില പ്രവർത്തന തലങ്ങളിൽ പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നതുമാണ്. അവ തങ്ങളുടെ തലത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നില്ല. ഒന്ന് മറ്റൊന്നിനെതിരെ പരസ്പരം അഭിമുഖമായി വരുമ്പോൾ കൂടുതൽ പ്രബലമായ നിയമം ദുർബലമായ നിയമത്തിനുമേൽ മേൽക്കൈ നേടുന്നു. എങ്കിലും വൈപുല്യമുള്ളതും വളരെ ദൂരപരിധിയിൽ സ്വാധീനമുള്ളതുമായ ചില നിയമങ്ങൾ ചെറിയ തലത്തിൽ അവിടെ പ്രബലമായിട്ടുള്ള ചില നിയമങ്ങളോട് ഏറ്റുമുട്ടി പരാജയപ്പെടും. ഒരു നിശ്ചിത പരിധിയിൽ തെർമോഡൈനാമിക് ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ വരികയാണെങ്കിൽ അത് ഗുരുത്വബലത്തിനു മേൽക്കൈ നേടും. എന്നാലും ഗുരുത്വബലമാണ് അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് കൂടുതൽ വിപുലമായതും ദൂരപരിധിയിലും പ്രവർത്തിക്കുന്നത്. പ്രകൃതിയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ധാരണകൾ കാലാകാലങ്ങളിൽ വികസിക്കും തോറും അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും സാധാരണമാണെന്ന തിരുത്തലുണ്ടാവുകയും ചെയ്യുന്നു. ഈ ആമുഖത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക വീക്ഷണപ്രകാരം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദാസന് തൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ചൊരിയണമെന്ന് തീരുമാനിച്ചാൽ അവൻ്റെ നിഗൂഢമായ ചില നിയമങ്ങളുടെ പ്രത്യക്ഷ പ്രകടനം ഗോചരമായി വരുന്നു. അത് കാണുന്നവർ അതിനെ ദിവ്യാത്ഭുതമെന്നും പ്രകൃത്യാതീത സംഭവമെന്നും വിളിക്കുന്നു. എന്നാൽ ഈ സംഭവങ്ങൾ സൂക്ഷ്മമായി അത്ഭുതകരമായ ഫലങ്ങൾ ഉളവാക്കിക്കൊണ്ട് പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും സംഭവിക്കുക. ഇവിടെ ദൈവത്തിൻ്റെ സവിശേഷദാസന്മാർക്ക് അനുകൂലമായി വിധി പ്രത്യേക നിലയിൽ പ്രവർത്തിക്കുന്നു. അപ്രകാരം സാഹചര്യങ്ങളുടെ നിസ്സഹായനായ ഉൽപ്പന്നം എന്ന നിലയിൽ പിറന്നു വീഴുന്ന വ്യക്തിയുടെ വിധി അയാളുടെ ജനിതകം, സാമൂഹ്യം, സാമ്പത്തികം, വിദ്യാഭ്യാസം എന്നിവയുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. മനുഷ്യന് യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഈ നിസ്സഹായതയാണ് അവൻ്റെ വിധി നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ധനികൻ്റെ കുഞ്ഞ് വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കുന്നു എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്ന സാഹചര്യം, അവൻ വളരുന്ന സാമൂഹ്യ പശ്ചാത്തലം, ഒരാളുടെ ദൈനംദിന ജീവിതത്തിൽ ലഭ്യമാകുന്ന അവസരങ്ങളുടെ അവിചാരിതമായ സാധ്യതകൾ, ഭാഗ്യമെന്നും നിർഭാഗ്യമെന്നും വിളിക്കപ്പെടുന്ന സംഭവങ്ങളുടെ വിളയാട്ടങ്ങൾ, നേട്ടങ്ങളായി തീരുകയോ കോട്ടങ്ങളായി തീരുകയോ ചെയ്യുന്ന ആഘാതങ്ങൾ, പരിക്കേൽക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യുന്ന അപകടങ്ങൾ, ഇത്തരം സംഗതികളിലെല്ലാം മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള അവസരം കുറവാണ്. എങ്കിലും ജീവിതം ക്ഷേമകരമാക്കാനും നാശം വരുത്താനും ഉതകുന്ന പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾക്കും ആകസ്മികതകൾക്കും അയാൾ പ്രത്യേകമായി ശരവ്യമാകുകയായിരുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നില്ല.
ദാരിദ്ര്യം പിടിപെട്ട വീടുകളിൽ ജനിക്കുന്ന കുട്ടികൾ ചെറിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് എളുപ്പത്തിൽ വിധേയനാകുന്നു. വലുതായ കുറ്റകൃത്യങ്ങളിലേക്ക് പോലും അവർ വഴുതി വീഴുന്നു. കുറ്റം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ സമ്മർദ്ദ ശക്തിയാണ് ദാരിദ്ര്യം. ഇതാണ് വിധി എന്ന് മനസ്സിലാക്കപ്പെടുന്നുവെന്ന് വരികയാണെങ്കിൽ അത് സൃഷ്ടാവിനെ സംബന്ധിച്ച സഗൗരവമായൊരു ചിന്തയിലേക്ക് വെളിച്ചം വീശുന്നു. അതിനാൽ നാം ആദ്യമായി വ്യക്തമായും മനസ്സിലാക്കേണ്ടത് വിധി എന്നത് ഏതെങ്കിലും കുടുംബത്തിലെ പ്രത്യേക വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ശാസനയൊന്നുമല്ല. മറിച്ച് വിധി എന്നത് ബൃഹത്തായ ആസൂത്രണ പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ്. ബൃഹത്തായ ഒരു സാമ്പത്തിക പദ്ധതിയിൽ അതിൻ്റെ ആപേക്ഷിക ഗുണഭോക്താക്കളായി സമ്പന്നരും ദരിദ്രരും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അവരെയെല്ലാം വിധിയുടെ വിധാതാവ് ഇത്തരം പരിതസ്ഥിതിയിൽ ജനിപ്പിക്കാൻ വേണ്ടി അവരുടെ ജനനത്തിന് മുമ്പ് തന്നെ ഓരോരുത്തരുടെ കാര്യവും നിശ്ചയിച്ചുറച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. എന്നാലും മറ്റു ചില ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടതുണ്ട്. താരതമ്യേന സൗഭാഗ്യകരമായ പരിതസ്ഥിതിയിൽ ജനിച്ചവരും നിർഭാഗ്യകരമായ പരിതസ്ഥിതിയിൽ ജനിച്ചവരുമുണ്ടല്ലോ. ഇത്തരം ആളുകൾ നിർവഹിച്ച കുറ്റകൃത്യങ്ങൾക്ക് ആനുപാതികമായി എങ്ങനെയാണ് അവരോട് പെരുമാറപ്പെടുക? അവരുടെ ഈ പശ്ചാത്തലം അവരെ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കുറ്റകൃത്യങ്ങൾ ഒരുപോലെയായതിനാൽ അവരുടെ ശിക്ഷയും ഒരുപോലെ ആയിരിക്കുമോ? വിശുദ്ധ ഖുർആൻ സങ്കീർണമായ ഈ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ നൽകുന്നു: ഒരാത്മാവും അതിൻ്റെ പരിധിയിൽ കവിഞ്ഞ നിലയിൽ ഭരമേൽപ്പിക്കപ്പെടുന്നില്ല. വിശുദ്ധ ഖുർആൻ 2-ാം സൂറത്ത് 287 ആയത്ത്. ഇതിൻ്റെ അർത്ഥം വ്യക്തിയെ ചൂഴ്ന്നു നിൽക്കുന്ന എല്ലാ പശ്ചാത്തല സാമൂഹിക ഘടകങ്ങളും മറ്റു ഘടകങ്ങളും തീർച്ചയായും പരിഗണിക്കപ്പെടുമെന്നും അതിനനുസരിച്ചുള്ള വിധിയായിരിക്കും അദ്ദേഹത്തിന് നൽകപ്പെടുക എന്നുമാണ്. ഒരാളുടെ കുറ്റത്തിന് കേവലം യാന്ത്രികമായി മാത്രമല്ല ശിക്ഷിക്കപ്പെടുക. കുറ്റകൃത്യത്തിലേക്ക് നയിച്ച എല്ലാ ഘടകങ്ങളും പരിശോധിക്കപ്പെട്ടതിന് ശേഷമായിരിക്കും അന്തിമമായി നീതി നിർവഹിക്കപ്പെടുക. കൂടുതൽ സമ്പന്നമായ സാഹചര്യത്തിൽ ജീവിച്ചയാളും പരിതാപകരമായ സാഹചര്യത്തിൽ ജീവിച്ചയാളും തീർച്ചയായും ഒരേ രീതിയിലായിരിക്കില്ല വിധിക്കപ്പെടുക. കുറ്റം ചെയ്തയാളുടെ പശ്ചാത്തലവും പരിതസ്ഥിതിയും പരിഗണിക്കപ്പെടും. അതുപോലെ നന്മ പ്രവർത്തിച്ചവർക്ക് പ്രതിഫലം നൽകപ്പെടും. അനുകൂലമായ പരിതസ്ഥിതിയിൽ ജീവിച്ച് നന്മ ചെയ്തയാളേക്കാൾ വിപരീത സാഹചര്യങ്ങളിൽ ജീവിച്ചുകൊണ്ട് നന്മ ചെയ്തയാളുകൾക്ക് കൂടുതൽ പ്രതിഫലം നൽകപ്പെടും. ഏതായാലും വിധിയുടെ പ്രശ്നം അതീവ സങ്കീർണമാണ്. എന്നാൽ അന്തിമ തീരുമാനം എല്ലാം അറിയുന്നവനും കരുണാനിധിയും സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അവസാന വിശകലനത്തിൽ തീർച്ചയായും നീതി പാലിക്കപ്പെടും. ചില മേഖലകളിൽ മനുഷ്യന് അവൻ്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അവിടെ അവന് നന്മതിന്മകളും തെറ്റും ശരിയും തിരഞ്ഞെടുക്കാൻ തീർച്ചയായും സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം അവന് തന്നെയായിരിക്കും. അതേസമയം ദൈവത്തിൻ്റെ കൈകളിൽ മനുഷ്യനൊരു പാവയെപ്പോലെ കൈകാര്യം ചെയ്യപ്പെടുന്നതായി കാണപ്പെടുകയും അവന് കുറച്ചു മാത്രം തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള മേഖലകളുമുണ്ട്. അത്തരം മേഖലകളിലെ പ്രകൃതിയിലെ പൊതുവായ ആസൂത്രണമാണ് വ്യക്തികളുടെയും ജനസമൂഹങ്ങളുടെയും വിധിയെ പൊതിഞ്ഞു നിൽക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. ഒരു വിപുലമായ വൃത്താന്തത്തിൽ സമൂഹത്തിലെ ഒരു വ്യക്തി നിസ്സഹായനാണ്. ജലപ്രവാഹത്തിൽ മുന്നോട്ട് കുതിക്കുന്ന വൈക്കോൽ തുരുമ്പ് പോലെ മറ്റു വഴികളൊന്നുമില്ലാതെ അവൻ മുന്നോട്ട് കുതിക്കുന്നു എന്ന് മാത്രം. വളരെ ബൃഹത്തായ ഈ വിഷയം ഇവിടെ ഇത്രമാത്രം ചുരുക്കി പറയുന്നു.